5 unknown facts about football. നിങ്ങൾ ഇതുവരെ കേൾക്കാൻ ഇടയില്ലാത്ത ഫുട്ബോളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കണേ. ആദ്യം തന്നെ ഇങ്ങനത്തെ ഡെയിലി ഫുട്ബോൾ വീഡിയോസ് വേണമെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കാം. ഫാക്ട് നമ്പർ 1. നിലവിൽ UCLയിലെ ഓരോ ടീമും 10 മത്സരങ്ങൾ വെച്ച് കളിച്ചു. അതിൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്തിരിക്കുന്നത് ഇന്റർ മിലാനാണ്. അവർ 10 മത്സരങ്ങളിൽ വെറും 2 ഗോളുകൾ മാത്രമാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാകട്ടെ പെനാൽറ്റിയും. ഫാക്ട് നമ്പർ 2. ബാഴ്സലോണ അവസാനമായി ഒരു UCL നേടിയപ്പോൾ ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയിൽ ഒരു ബ്രസീലിയൻ താരമുണ്ട്. 2015 മിന്നും ഫോമിലായിരുന്നു ബ്രസീലിയൻ താരമായിട്ടുള്ള നെയ്മർ ജൂനിയർ. അതേപോലെ തന്നെ 2025 മിന്നും ഫോമിലാണ് ബ്രസീലിയൻ താരമായിട്ടുള്ള റാഫിനയും. ഇതൊരു കോയിൻസിഡൻസിന്റെ ഭാഗമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഫാക്ട് നമ്പർ 3. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സെന്റർ ബാക്കുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 17 ഗോളുകൾ നേടി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റാമോസും 16 ഗോളുകൾ നേടി 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പീക്കയുമാണ്. ഫാക്ട് നമ്പർ 4. ഇന്റർ മിയാമിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മത്സരം കവാലിയറിനോടൊപ്പമായിരുന്നു. അതിൽ 90-ാം മിനിറ്റിന് ശേഷം ലയണൽ മെസ്സി ഗോൾ സ്കോർ ചെയ്തതോടെ തന്റെ കരിയറിൽ 1234 ഗോൾ കോൺട്രിബ്യൂഷൻ ലയണൽ മെസ്സി തികച്ചിരിക്കുന്നു. ഇത് നേടിയ ഫുട്ബോളിലെ ഏക കളിക്കാരനും അത് ലയണൽ മെസ്സി മാത്രമാണ്. ഫാക്ട് നമ്പർ 5. നിങ്ങൾക്കറിയാമോ ജാവിയർ മെസറാനോ ബാഴ്സലോണയ്ക്ക് വേണ്ടി 334 മത്സരങ്ങൾ കളിച്ചു. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായിരുന്നു മെസറാനോ. ഇദ്ദേഹം ബാഴ്സയോടൊപ്പം 2 UCLും നേടിയിട്ടുണ്ട്. 2017 ഏപ്രിൽ 26 ബാഴ്സയും ഒസാസുനയും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു മെസറാനോയുടെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെയും അവസാനത്തെയും ഗോൾ.